ദുബായ് കിരീടാവകാശിയും UAE ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിനെ ഭാരതത്തിലേക്ക് ക്ഷണം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഷെയ്ഖ് ഹംദാനെ ഭാരതത്തിലേക്ക് ക്ഷണിച്ചത്. ഔദ്യോഗിക സന്ദർശനത്തിനായി UAEയിലെത്തിയ വിദേശകാര്യമന്ത്രി ഡോക്ടർ S ജയശങ്കറാണ് മോദിയുടെ ക്ഷണക്കത്ത് കൈമാറിയത്. ഏപ്രിൽ ഭാരതം സന്ദർശിക്കാനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദുബായ് കിരീടാവകാശിയും UAE ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിനെ ക്ഷണിച്ചിരിക്കുന്നത്. ഭാരതം സന്ദർശിക്കാൻ ക്ഷണം ലഭിച്ചതിൽ സന്തോഷമുണ്ടെന്നും ഷെയ്ഖ് ഹംദാൻ അറിയിച്ചു. 3 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിന് UAEയിലെത്തിയ കേന്ദ്ര വിദേശകാര്യമന്ത്രി ഡോക്ടർ S ജയശങ്കറാണ് മോദിയുടെ ക്ഷണം ഷെയ്ഖ് ഹംദാനെ അറിയിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാന്റെ നേതൃത്വത്തിൽ UAE ഇന്ത്യ ബന്ധത്തിലുണ്ടായ അഭൂതപൂർവമായ പുരോഗതി ഷെയ്ഖ് ഹംദാൻ എടുത്തു പറഞ്ഞു. വ്യാപാര നിക്ഷേപം ഉൾപ്പെടെ വിവിധ മേഖലകളിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം ശക്തിപ്പെടുത്തണമെന്നും സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിപ്പിക്കേണ്ടതിന്റെ ആവശ്യകതയും കൂടിക്കാഴ്ചയിൽ ഇരുവരും ചർച്ച ചെയ്തു. ക്യാബിനറ്റ് കാര്യമന്ത്രി മുഹമ്മദ് ബിൻ അബ്ദുല്ല അൽ ഗർഗാവി, രാജ്യാന്തര സഹകരണ മന്ത്രി റീം ബിൻ ഇബ്രാഹിം അൽ ഹാഷിമി തുടങ്ങിയവരും കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു. ജനം, ദുബായ്. ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റിന്റെ നേതൃത്വത്തിൽ റാസൽ ഖൈമയിൽ വിപുലമായ റിപ്പബ്ലിക് ദിനാഘോഷം സംഘടിപ്പിച്ചു. ചടങ്ങിൽ റാസൽ ഖൈമ ഭരണാധികാരിയും സുപ്രീം കൗൺസിൽ അംഗവുമായ ഷെയ്ഖ് സൗദ് ബിൻ സഖർ അൽ ഖാസിമി മുഖ്യാതിഥിയായിരുന്നു. ഇന്ത്യയും UAEയും തമ്മിലുള്ള തന്ത്രപ്രധാന സഹകരണത്തിന്റെ പ്രാധാന്യം എടുത്തു പറഞ്ഞ ഷെയ്ഖ് സൗദ് വരും നാളുകളിൽ ബന്ധം കൂടുതൽ ശക്തമാക്കുമെന്നും അഭിപ്രായപ്പെട്ടു. പ്രവാസി ഇന്ത്യക്കാർക്ക് റിപ്പബ്ലിക് ദിന ആശംസകളും അദ്ദേഹം നേർന്നു. മഹാരാഷ്ട്ര വ്യവസായ മന്ത്രി ഉദയ് സാമന്ത്, കോൺസൽ ജനറൽ സതീഷ് കുമാർ ശിവൻ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു.